പ്രാണൻ വേടിഞ്ഞെൻ്റെ യേശു സ്വന്തം ജീവൻ പകർന്നേകിയൻ. ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുമ്പോൾ തന്നെ യേശു ഒത്തിരി ഹാപ്പിയാണ്. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലോ. യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു. എന്തായിരിക്കും ഈ ഹാപ്പിനെസ്സിന് കാരണം? അതൊരു സീക്രസിയാണ്, ഒരു രഹസ്യം. അപ്പനും മകനും അറിയാവുന്ന രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ആർക്ക്? ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക്. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾക്ക്. വലിയ കഴിവുണ്ടെന്നും പ്രാഗൽഭ്യമുണ്ടെന്നും പറഞ്ഞവർക്കല്ല, കുഞ്ഞുങ്ങൾക്ക്. അതിലാണ് യേശുവിന് സന്തോഷം. അപ്പനെത്ര മനോഹരമായിട്ടാണ് ഈ സീക്രസി കീപ്പ് ചെയ്തതും അത് വെളിപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ പേരിലാണ് യേശു ഒത്തിരി സന്തോഷിക്കുന്നത്. എന്നിട്ട് യേശു നന്ദി പറയുകയാണ്. പിതാവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നുണ്ട്. കാര്യം നീ ഇത് ആർക്കും വെളിപ്പെടുത്തിയില്ലല്ലോ, ശിശുക്കൾക്കല്ലേ വെളിപ്പെടുത്തിയത്, നന്ദി. അതിനുശേഷം അവൻ ശിഷ്യന്മാരെ നോക്കി. എന്നിട്ടാണ് പറഞ്ഞത് എന്താണ് ആ സീക്രസി എന്ന്. നിങ്ങൾ ഈ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഇത് കാണാൻ പ്രവാചകന്മാരും രാജാക്കന്മാരൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ കണ്ടില്ല. പക്ഷെ നിങ്ങളാണ് കണ്ടത്, നിങ്ങളാണ് ശിശുക്കൾ. അപ്പോൾ എന്താണ് ഈ സീക്രസി? സീക്രസി അത് ക്രിസ്തുവാണ്. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ മഹാരഹസ്യം ക്രിസ്തുവാണ്. ഈ രഹസ്യം കാണാൻ വേണ്ടി കാലങ്ങളോളം മനുഷ്യർ കൊതിച്ചിട്ടും കിട്ടാതെ പോയ ആ സീക്രസി അത് യേശുവിന് ശിഷ്യന്മാർ കണ്ടു എന്ന് മാത്രമല്ല, അവർ അനുഭവിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ആ സീക്രസി ഇപ്പോൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓരോ ദിവ്യബലിമധ്യയും ആ സീക്രസി വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി കിട്ടുന്നില്ലേ? പുരോഹിതൻ്റെ കരങ്ങളിൽ ക്രിസ്തു ഓരോ ദിവ്യബലിമധ്യയും നമ്മുടെ മുമ്പിൽ ഉയർന്നു നിന്നിട്ട് പറയല്ലേ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഇതാണ് നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന സീക്രസി, ഈ ഭൂമി ഒത്തിരി ആഗ്രഹിച്ച സീക്രസി. അപ്പോൾ നമ്മൾ ഓർക്കണം, എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെളിപ്പെടുത്തി കിട്ടുന്നത്. നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്നറിയോ? പലർക്കും ക്രിസ്തുവിനെ അറിയില്ല. ഇപ്പോഴും ക്രിസ്തു ഒരു രഹസ്യമായിട്ട് നിൽക്കുകയാണ്. പലർക്കും യേശുവിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. യേശുവിനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, യേശുവിനെ പലരും മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്, യേശുവിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് വെളിപ്പെടുത്തി കിട്ടി. അവർ ഓടി നടന്ന് പ്രഘോഷിച്ചു, ഓടി നടന്ന് പറഞ്ഞു നടന്നു. നമ്മളൊക്കെ ഓർക്കേണ്ടത് നമുക്കെത്ര മനോഹരമായിട്ടാണ് ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കിട്ടിയത്. ചോദ്യം, നമ്മൾ ആ കണ്ട യേശുവിനെ കൊതിയോടെ സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിച്ച യേശുവിനെ പറഞ്ഞു നടക്കുന്നുണ്ടോ? പറഞ്ഞു നടന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമായി എൻ്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമെൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തെൻ്റെ യേശു ആ ചങ്കിലെ ചൂടേകിയൻ. പ്രാണൻ വേടിഞ്ഞെൻ്റെ യേശു സ്വന്തം ജീവൻ പകർന്നേകിയൻ. നിന്നിൽ വളരുവാൻ, എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ, എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു.
ഹൃത്തിനുള്ളിൽ അലിയും നീ എൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെൻ ആത്മം നിറയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീ എൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെൻ ആത്മം നിറയുന്നു. മൗനമാം സ്നേഹമായി മന്നയായ അന്നമായി ഈ തിരുബലിയിൽ. മൗനമാം സ്നേഹമായി മന്നയായ അന്നമായി ഈ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. ഉരുകും നോവിൽ നിറയും നേരം ഉയിരായി മാറുന്നു. കരയും കണ്ണിൽ കരമായി നീ എൻ കണ്ണീർ മായ്ക്കുന്നു. ഉരുകും നോവിൽ നിറയും നേരം ഉയിരായി മാറുന്നു. കരയും കണ്ണിൽ കരമായി നീ എൻ കണ്ണീർ മായ്ക്കുന്നു. സ്നേഹമാം ദൈവമായി എന്നുമെൻ ജീവനായി ഈ തിരുബലിയിൽ. സ്നേഹമാം ദൈവമായി എന്നുമെൻ ജീവനായി ഈ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമായി എൻ്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമെൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തെൻ്റെ യേശു ആ ചങ്കിലെ ചൂടേകിയൻ പ്രാണൻ വെടിഞ്ഞെൻ്റെ യേശു സ്വന്തം ജീവൻ പകർന്നേകിയൻ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ